അതാണ് ബിലയാമിന്റെ കൂലി കൊതിക്കുന്നവർ, കായിന്റെ വഴിയെ സഞ്ചരിക്കുന്നവർ, കോരഹിന്റെ മത്സരത്തിൽ പെടുന്നവർ. കോരഹിന്റെ മത്സരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അധികാരത്തിന് വേണ്ടിയുള്ള മത്സരം. ഈ കോരഹിന്റെ മത്സരം പെന്തക്കോസ്തുകാർ. എന്താണ് കോരഹിന്റെ മത്സരം? പെന്തക്കോസ്തുകാരെ കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പൊ കത്തോലിക്ക തിരുസഭയിലെ പരിശുദ്ധ മാർപ്പാപ്പ, അത് വലിയൊരു സ്ഥാനമാണ്, ലോകത്തിൽ തന്നെ വളരെ വലിയൊരു സ്ഥാനമാണ്. കഴിഞ്ഞ ആഴ്ച മാർപ്പാപ്പ ദുബായിലൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ട സ്വീകരണമൊക്കെ. അപ്പൊ ആരും ആഗ്രഹിക്കുന്ന അത്ര വലിയ പദവിയാണ്. ഏത് രാജ്യത്ത് ചെന്നാലും ഒരു രാഷ്ട്രത്തലവൻ എന്ന നിലയ്ക്കാണ് സ്വീകരിക്കുക. പക്ഷെ ആ ആളവിടെ മാർപ്പാപ്പയായിട്ടിരിക്കുമ്പോൾ അദ്ദേഹം കാലം ചെയ്യുന്നത് വരെ ആ സ്ഥാനത്തിനെതിരെ അവിടെ ഒരു മത്സരമില്ല. നിങ്ങള് പരിശുദ്ധ പാത്രീർക്കീസ് ബാവായുടെയോ കാത്തോലിക്ക ബാവായുടെയോ കർദിനാളിന്റെയോ ഒക്കെ പൊസിഷൻസിലേക്ക് നോക്ക്, അവിടെ മത്സരമില്ല. പക്ഷെ മോശയെ ദൈവം അധികാരിയാക്കി, മോശയ്ക്ക് ദൈവത്താൽ കിട്ടിയ അധികാരമാണ്. ആ അധികാരത്തിനെതിരെ കോരഹ് മത്സരിച്ചു. എന്തുകൊണ്ട് മോശ മാത്രം? വൈ മോസസ്, ഓൺലി മോസസ്? അപ്പൊ ദൈവദത്തമായ അധികാരത്തിനെതിരെയുള്ള മത്സരം എന്ന് പറഞ്ഞാൽ ഒരഭിഷേകം നിലനിൽക്കുന്നില്ല, ഒരഭിഷിക്തനായിട്ട് ഒരാൾ നിലനിൽക്കുന്നില്ല. എല്ലാവരും ഈക്വലാണ്, അതുകൊണ്ട് ഞങ്ങൾക്കും ആ കസേരയിൽ കയറിയിരിക്കാം. ഇതാണ് കോരഹിന്റെ മത്സരം. ഈ കോരഹിന്റെ മത്സരം നടക്കുന്നത് പെന്തക്കോസ്ത് സഭയിലാണ്, അല്ലെ? അതിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രസിഡന്റ് ആയിരിക്കുന്നവനെ നാളെ കാണത്തില്ല. ഇന്ന് അവൻ പ്രസിഡന്റായി അവൻ അങ്ങോട്ട് സ്ഥാനം കയറുമ്പോഴേ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന 3 കൊല്ലം കഴിയുമ്പോൾ ഇവനെ മറിക്കണം, എന്നിട്ട് എനിക്ക് കയറണം. അതിനുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ആലോചിക്കുക, അത് പ്ലാൻ ചെയ്യുക, അത് നടപ്പാക്കുക. ഈ 3 വർഷവും ഇവന്റെ കീഴിൽ നിൽക്കുകയല്ല, ഇവന് തുരങ്കം വെക്കാൻ വേണ്ടിയ ഉള്ള പ്ലാനുകൾ ആലോചിക്കുക. അതിനുവേണ്ടി പത്രങ്ങൾ, ട്രോളുകൾ, വ്യാജ ഐഡികൾ, അപകീർത്തികരമായ വ്യാജ കെട്ടുകഥകൾ ഇതെല്ലാം ഉണ്ടാക്കുക. ക്രിസ്തീയമല്ല. സോ പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പ്സ് ഡോണ്ട് ഹാവ് എ ക്രിസ്ത്യൻ ലീഡർഷിപ്പ്. ക്രിസ്ത്യൻ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് മാറ്റമില്ല, മാറത്തില്ല. വൺസ് ബിഷപ്പാണ് അയാൾ എന്നും ബിഷപ്പായിരിക്കും. വൺസ് കർദിനാളായി കഴിഞ്ഞാൽ കർദിനാളായിരിക്കും. വൺസ് മാർപ്പാപ്പയായി കഴിഞ്ഞാൽ മാർപ്പാപ്പയായിരിക്കും. അവിടെ ഭീഷണിയില്ല, മത്സരമില്ല. കോരഹിന്റെ മത്സരം നടക്കുന്ന സ്ഥലമാണ് പെന്തക്കോസ്ത്. ബിലയാമിന്റെ കൂലി കൊതിക്കുന്ന സ്ഥലമാണ് പെന്തക്കോസ്ത്. കായിന്റെ വഴിയിൽ നടക്കുന്ന സ്ഥലമാണ് പെന്തക്കോസ്ത്. അപ്പോ മലയാളി പെന്തക്കോസ്റ്റൽ വേൾഡിൽ നിന്ന് എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കണം, ഇത് കേവലം വൈകാരികമോ വൈരാഗ്യമോ അല്ല. അങ്ങനെയുള്ള ആരോപണമൊക്കെ എനിക്കെതിരെ ഉണ്ട്. ഇതൊരു വൈകാരിക തലത്തിൽ പറയുന്നതാണ്, പിന്നെ വൈരാഗ്യം കൊണ്ട് പറയുന്നതാണ്. എനിക്കൊരു വൈരാഗ്യമില്ല, യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ തിരുവെഴുത്തിൽ നിന്നോ യുക്തിപരമായിട്ടോ കൗണ്ടർ ചെയ്യാം. ഞാൻ എല്ലാ ദിവസവും ലൈവ് വരുന്ന ആളാണ്, ഒളിച്ചോടി പോകത്തില്ല. അപ്പൊ 3 കാര്യങ്ങൾ, മലയാളി പെന്തക്കോസ്റ്റിൽ നടക്കുന്ന 3 കാര്യങ്ങൾ, 3 കീ കഥാപാത്രങ്ങൾ, കീ ക്യാരക്ടേഴ്സ്. ആരാണ് 3 കീ ക്യാരക്ടേഴ്സ്? 1 കായി, കാരണം ഇൻഡിവിജ്വലിസം. 2 ബിലയാം, എന്താണ് കൂലി ഒതുക്കൽ. 3 കോരഹ്, മത്സരം.